കഴിക്കുന്ന ഫുഡിൻ്റെ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഡയറ്റിങ്ങിൽ. ക്വാളിറ്റി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ നേരത്തെ കഴിച്ചുകൊണ്ടിരുന്ന ഫുഡ് ഐറ്റംസ് ഇല്ലേ, അതിൽ നമ്മൾ ഡയറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തതൊക്കെ അങ്ങ് ഒഴിവാക്കിക്കോണം. പ്രത്യേകിച്ച് പഞ്ചസാര, മധുരം കൂടുതലുള്ള ഫുഡുകൾ, കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലുള്ളത്, കൊഴുപ്പ്, അതായത് നമ്മുടെ വറുത്തതും പൊരിച്ചതും ഒക്കെ, അതൊക്കെ അങ്ങ് കംപ്ലീറ്റ് ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ ഡയറ്റിങ് നല്ല സ്മൂത്തായിട്ട് അങ്ങ് പോകും കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വെള്ളം, അതൊരു 2 to 3 ലിറ്ററെങ്കിലും നമ്മൾ ഡെയിലി കുടിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ കാർബൊക്കെ നമുക്ക് മൊത്തത്തിൽ കട്ട് ചെയ്തിട്ട് ഡയറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ. നമ്മൾ കാർബൊക്കെ വളരെ കുറച്ച് കഴിച്ചാൽ മതി. അതുപോലെ കൂടുതൽ നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ പ്രോട്ടീൻ കൂടുതൽ കഴിക്കാൻ ശ്രദ്ധിക്കുക. പ്രോട്ടീനൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിശക്കാതിരിക്കും കേട്ടോ. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാലില്ലേ നമ്മുടെ ഡയറ്റിംഗ് ഒക്കെ സ്മൂത്തായിട്ട് പൊക്കോളൂന്നേ. പിന്നെ ഇടയ്ക്ക് നമുക്ക് ഓരോ ക്രേവിംഗ് ഒക്കെ തോന്നാറുണ്ടല്ലേ, മധുരത്തിനോടും. അതുപോലെ തന്നെ നമുക്ക് ബിരിയാണി കഴിക്കാനൊക്കെ ആ സമയത്ത് അതിൻ്റേതായ രീതിക്ക് കഴിച്ചു കഴിഞ്ഞാൽ അതും പ്രശ്നമില്ല. ഇന്നെനിക്ക് മധുരം കഴിക്കാനും ബിരിയാണി കഴിക്കാനൊക്കെ തോന്നിയപ്പോൾ ഞാൻ എങ്ങനെ കഴിച്ചതെന്നറിയാമോ? എണ്ണയില്ലാത്ത ബിരിയാണി ഉണ്ടാക്കി. കുറച്ച് നെയ്യ് ഞാൻ ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, വളരെ കുറച്ച്. അതിൽ ഒരു 10 സെർവിങ്ങിനുള്ള ബിരിയാണി ആണെങ്കിൽ ഓരോ തുള്ളി വെച്ച് ഓരോ സെർവിങ്ങിലും കിട്ടത്തുള്ളൂ. ബിരിയാണിയൊക്കെ കഴിക്കുമ്പം നമ്മൾ റൈസ് കുറച്ചെടുക്കുക, ചിക്കൻ കൂടുതലെടുക്കുക, സാലഡ് കൂടുതലെടുക്കുക, വെജീസ് അതിൻ്റെ കൂടെ എന്തെങ്കിലും കഴിക്കുക. അതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഡയറ്റ് നമ്മുടെ ഡയറ്റ് മീൽ അങ്ങ് ബാലൻസ് ആയി പോയിക്കോളും. പിന്നെ ഡയറ്റിങ്ങിൻ്റെ വേറൊരു വെല്ലുവിളിയാണ് നമ്മുടെ സ്വീറ്റ് ക്രേവിങ്സ് അല്ലേ. അത് തീർക്കാൻ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള പുഡിങ്ങൊക്കെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. ഇത് ഞാൻ പനീർ കൊണ്ട് ഡാർക്ക് ചോക്ലേറ്റും കൊക്കോ പൗഡറൊക്കെ ഇട്ടിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയ ഒരു പുഡിങ്ങാണ് കേട്ടോ. പിന്നെ ഈ പുഡിങ്ങിൻ്റെ റെസിപ്പിയും നമ്മുടെ ബിരിയാണി റെസിപ്പിയൊക്കെ നമ്മുടെ പേജിലുണ്ട്, കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഇങ്ങനെ ഫ്രൂട്ട്സുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനും കൂടെ ശ്രദ്ധിക്കുക. ഗ്രീൻ ടീ അതും നമ്മുടെ ഡയറ്റിങ്ങിൽ ഉൾപ്പെടുത്താൻ നോക്കണേ.